ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു ക്യുബാനോസ്. അപ്പോൾ ഇന്ന് നമ്മൾ ഫിഷിൻ്റെ ഒരു ഫ്രൈ ആണ് കാണിക്കുന്നത്. സിമ്പിൾ ഫിഷ് ഫ്രൈ ആണ് കാണിക്കുന്നത്. അപ്പോൾ കുറച്ച് അയില ഇരിപ്പുണ്ടായിരുന്നു, അപ്പോൾ അതെടുത്തിട്ട് കട്ട് ചെയ്യാനാണ്. അപ്പോൾ ആദ്യം അതിൻ്റെ ചിറകും ഫിൻസൊക്കെ നമ്മൾ കട്ട് ചെയ്ത് കളയണം. അതിൻ്റെ വാലും തലപ്പോഷനൊക്കെ നമ്മൾ ഫുള്ളായിട്ട് കട്ട് ചെയ്ത് കളയണം. എന്നിട്ട് അതിൻ്റെ ചെതുമ്പലൊന്നും അധികം ഇതിനില്ല, അയില മീനല്ലേ, അതിനധികം ചെതുമ്പലൊന്നുമില്ല. അപ്പോൾ ജസ്റ്റ് ഒന്ന് കത്തിയും കൊണ്ട് ഇങ്ങനെ കാണിച്ചാൽ മതി. എന്നിട്ട് പിന്നെ വാല് ഇങ്ങനെ മുറിച്ച് കളയണം. പിന്നെ തലഭാഗവും ഇങ്ങനെ കട്ട് ചെയ്തിട്ട് വേണ്ട എൻ്റെ ഗിൽസിൻ്റെ ആ പോർഷനും ഇങ്ങനെ കട്ട് ചെയ്ത് കളയണം. എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ നിന്നുള്ള സാധനങ്ങളൊക്കെ എടുത്ത് കളയണം. അപ്പോൾ ഈ ഗിൽസ് ത്രൂ ആണല്ലോ ഫിഷൊക്കെ ഓക്സിജൻ എടുക്കുന്നത്. അപ്പോൾ അത് നമ്മൾ എടുക്കില്ല, അത് നമ്മൾ കളയും. അങ്ങനെ ഒരു ഫിഷ് ക്ലീൻ ചെയ്തു. അങ്ങനെ എല്ലാ ഫിഷും ക്ലീൻ ചെയ്യണ കാണിക്കുന്നില്ല, വെറുതെ കുറേ ടൈം എടുക്കുമല്ലോ. അപ്പോൾ ഇതെല്ലാം ക്ലീൻ ചെയ്ത് ഇനിയിപ്പോൾ കേറ്റിന് എരിവില്ലാണ്ടേ മതി. അപ്പോൾ എരിവില്ലാത്ത കുറച്ച് വെറുതെ മഞ്ഞൾപ്പൊടി ഉപ്പും മാത്രം ഇട്ടിട്ട് ഒരു മീൻ അങ്ങനെ പറ്റിയിട്ട് മാറ്റി വെക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ അതിൽ മഞ്ഞൾപ്പൊടി ഉപ്പും ഒരു മീനിൽ ഇടണേണ്. ഈ മീനിൽ മഞ്ഞൾപ്പൊടി ഉപ്പും മാത്രം പരട്ടിയിട്ട് ഇത് ഫസ്റ്റ് വറുത്ത് മാറ്റി കഴിഞ്ഞാൽ പിന്നെ അത് എരിയൂലല്ലോ. അപ്പോൾ കേറ്റോട്ട് എരിവൊന്നും അങ്ങനെ കഴിക്കൂല. അപ്പോൾ പിന്നെ ഇങ്ങനെ മഞ്ഞൾപ്പൊടി ഉപ്പും ഇടാമെന്ന് വിചാരിച്ചു. മഞ്ഞൾപ്പൊടിയും ഉപ്പും തേച്ചിട്ട് അത് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. ബാക്കി ഇനി മുളക് പൊടി മഞ്ഞൾപ്പൊടി ഇട്ട് ഇനി അതിൻ്റെ ഒപ്പം മുളക് പൊടിയും ഉപ്പും ഇട്ടിട്ട് വേണമെങ്കിൽ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് വേണമെങ്കിൽ അതും ഇടാം കേട്ടോ. അതും ഇട്ടിട്ട് മീനൊന്ന് പുരട്ടിയിട്ട് നമുക്ക് കുറച്ച് നേരം കഴിഞ്ഞ് വന്നിട്ട് ഫ്രൈ ചെയ്യാം കേട്ടോ. അപ്പോൾ മീൻ പുരട്ടി വെക്കാൻ പോകണേ. കുറച്ച് കുരുമുളക് പൊടിയും ഇടുന്നുണ്ട്, പിന്നെ ആവശ്യത്തിന് വെള്ളവും കൂടി ഒഴിക്കാം. അധികം ലൂസായി പോകരുത്, കുറച്ച് തിക്കായിട്ടുള്ളൊരു ഗ്രേവി ആക്കിയാൽ മതി. ഇതിലിപ്പോൾ ഇത്തിരി കുറച്ച് ലൂസായിപ്പോയി. തിക്കായിട്ടുള്ള ഗ്രേവി ആണെങ്കിൽ പെട്ടെന്ന് നമുക്ക് മീനിൽ പെട്ടെന്ന് പിടിക്കുമല്ലോ. അപ്പോൾ അങ്ങനെ തിക്കായിട്ടുള്ള ഗ്രേവി ആയിട്ട് എടുക്കണമായിരിക്കും നല്ലത്. തിക്കായിട്ടുള്ള ഒരു മസാല ആയിട്ട് എടുക്കണതാണ് നമുക്ക് ഫ്രൈ ചെയ്യാനായിട്ട് എളുപ്പം. എല്ലാ മീനും പുരട്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് കേറ്റിൻ്റെ വറുത്ത് മാറ്റണം, അല്ലെങ്കിൽ എരിവ് പ്രശ്നമാണതുകൊണ്ട് കേറ്റിൻ്റെ ഫസ്റ്റ് വറുക്കാൻ പോകണേണ്. ഫിഷ് ഇട്ടു. അപ്പോൾ അത് ഇനി ഫ്രൈ ആയി കഴിഞ്ഞിട്ട് കുറച്ച് കഴിയുമ്പോൾ നമ്മൾ മറിച്ചിടും. അത് കഴിഞ്ഞിട്ട് അത് ഫ്രൈ ആയി കഴിയുമ്പോൾ അതെടുത്ത് മാറ്റിയിട്ട് ബാക്കി 3 ഇടും. അപ്പോൾ ഇത് ഏകദേശം ഉച്ചയായിട്ടുണ്ട് കേട്ടോ. ഞങ്ങൾ ലേറ്റായിരുന്നു ഫുഡ് കഴിക്കാനായിട്ട്. അപ്പോൾ പെട്ടെന്ന് ഇങ്ങനെ ഫിഷ് ഫ്രൈ ആയിട്ട് ഉണ്ടാക്കണേണ്. അപ്പോൾ അത് ഫ്രൈ ആയിട്ടുണ്ട്. അപ്പോൾ അതെടുത്ത് മാറ്റി ഇനി ബാക്കിയുള്ള ഫിഷ് ഒരുമിച്ച് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ക്യുക്കായിട്ടുള്ളൊരു ഫിഷ് ഫ്രൈ ആയിരുന്നു ഇത്. ഇപ്പോൾ ഒരു സൈഡ് ആയിട്ടുണ്ട്, ബാക്കി മറ്റേ സൈഡ് മറിച്ച് ഇടണേണ്. അപ്പോൾ അത് ഓക്കെ ആയിട്ടുണ്ട്. ഇനി ഇപ്പോൾ 2 സൈഡും നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മളൊരു പാത്രത്തിലേക്ക് എടുത്ത് മാറ്റണം. That's all. Bye.